ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയുടെയും അലീനയുടെയും മനുവിൻ്റെയും അതുപോലെ വൈജിയുടെയും ബാലചന്ദ്രൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വളരെ വലിയൊരു ട്വിസ്റ്റ് എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ അലീന രേവതിക്കുട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയുടെ പാരൻസ് ആരാണെന്നും അവളുടെ ആ വേരൊക്കെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട് അലീന. അങ്ങനെ ആരാണെന്ന് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ മഴതോറും മുമ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ഒരു ദിവസം അലീനയെ കോൺവെൻറ്റിൽ നിന്ന് അവിടുത്തെ സിസ്റ്റേഴ്സ് വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നാളായല്ലോ അലീന അവിടെ നിന്ന് കടപ്പാട്ടൂർ വന്നിട്ട്, കോട്ടയത്തേക്ക് വന്നിട്ട്, പാലായിൽ വന്നിട്ട്, പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ സിസ്റ്റർമാർ വിളിക്കുന്നുണ്ട്, അലീനയുടെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർമാർ പറയുന്നുണ്ട്, നീ ഒരുപാട് നാളായില്ലേ മോളെ പോയിട്ട്, ഇപ്പോൾ മമ്മിയുടെ കല്ലറയിൽ പോലും വരാറില്ലല്ലോ, എന്താ പറ്റിയത് നിനക്ക്, നീ മമ്മിയൊക്കെ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് മമ്മിയെ മറക്കാൻ പറ്റുമോ സിസ്റ്റർ, മമ്മി ഏത് സമയം എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുന്നുവോ ആ സമയത്തൊക്കെ മമ്മി എൻ്റെ മുന്നിൽ വരാറുണ്ട്, ഞാൻ മമ്മിയോട് സംസാരിക്കാറുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നൊക്കെ മമ്മി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് എന്നെ ആശ്വസിപ്പിക്കാറുണ്ട് എന്ന് പറയാണ് അലീന. അത് കേൾക്കുമ്പോൾ സിസ്റ്ററിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അവർ 2-3 പേര് കൂടിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അലീനയെ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീന അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ കുഴപ്പമൊന്നുമില്ല മോളെ, നിങ്ങൾ പോയിട്ട് എത്ര നാളായി, നിന്നെയും രേവതിക്കുട്ടീനെയും ചിന്നിമോളെയും ഒക്കെ കാണാഞ്ഞിട്ട് ഞങ്ങൾക്കും ഭയങ്കര വിഷമമുണ്ട്, നീ അവരെ കാണാറുണ്ടോ, രേവതിക്കുട്ടിക്ക് സുഖമാണോ, അതുപോലെ ചിന്നിമോൾക്കും സുഖമാണോ, അവരെ കണ്ടിട്ടുണ്ടോ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല സിസ്റ്റർ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു, ഞാനും ഇവിടെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു, നിനക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മോളെ, നീ അവിടെ കുറച്ച് കഷ്ടപ്പാടാണെന്നൊക്കെ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ, ഓക്കെ സിസ്റ്റർ വരാം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. രേവതിക്കുട്ടിയുടെ അടുത്ത് പോയായിരുന്നു, അവളുടെ വീട്ടിൽ എങ്ങനെയുണ്ട്, അവൾ വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നോ സന്തോഷമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുക കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, രേവതിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവൾ നിൽക്കുന്ന വീട്ടിൽ ആൻറ്റിക്കും അങ്കിളിനും അവളോട് ഭയങ്കര സ്നേഹമാണ്, സ്വന്തം മോളെ പോലെയാണ് അവളെ നോക്കുന്നത്, ഒരു രാജകുമാരിയായിട്ടാണ് അവൾ അവിടെ ജീവിക്കുന്നത്, അവൾ പറയുന്നതാണ് അവിടെ നടക്കുള്ളൂ, ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയാട്ടോ. ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോൾ, രേവതിക്കുട്ടിയുടെ കാര്യം ഓർത്ത് ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറയാട്ടോ. അതായത് നിൻ്റെ മാതിരിയല്ലല്ലോ അവളൊരു കുഞ്ഞായിരുന്നില്ലേ, അവൾക്ക് അത്രയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, പക്വതയൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അവളുടെ കാര്യം ആലോചിച്ച് ഭയങ്കര വിഷമമായിരുന്നു, അവളെ ഇങ്ങനെ അവിടെ സർവൈവ് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട്, ഒരു വലിയ വീടാണെന്ന് പറഞ്ഞു, അതുപോലെ അവർ 2 പേരും മാത്രം എങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പോൾ, അവരുടെ ഒന്നും ഒരു കുഴപ്പമില്ല, ഗ്രേസമാൻ്റെയും മാമച്ചാനും ഭയങ്കര സ്നേഹത്തിലാണ് അവളെ നോക്കുന്നത്, ഞാൻ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്, ഞാൻ അവിടെ താമസിക്കാറുണ്ട്, എന്നോടും ഭയങ്കര സ്നേഹമാണ് അവർക്ക് എന്നൊക്കെ അലീന പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. പിന്നെ നിന്നെ കാണാൻ അവൾ വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ കാണാൻ ഒരു ദിവസം വന്നായിരുന്നു ഹോസ്പിറ്റലിൽ എന്ന് പറയട്ടോ. ഹോസ്പിറ്റലിലോ, എന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്, അപ്പോൾ അവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരിക്കും ഉണ്ടായ സംഭവങ്ങൾ അലീന ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ, എന്താ സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സിസ്റ്റേഴ്സിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. എൻ്റെ മോളെ നീ ഇതൊക്കെ എങ്ങനെ സഹിച്ചു, എങ്ങനെ എന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നത്, നിനക്ക് അവിടെ നിന്ന് പോന്നൂടെ എന്ന് ചോദിക്കുമ്പം, എന്നോട് ഇവിടെ നിന്ന് പോരാൻ തന്നെയാണ് രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയൊക്കെ പറയുന്നത്, മാമച്ചാനങ്ങളൊക്കെ പറയുന്നത്, പക്ഷേ എനിക്കിവിടെ നിന്നല്ലേ പറ്റൂ സിസ്റ്റർ, എനിക്കിവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം, പറ്റാവുന്ന അത്രയും ഞാനിവിടെ നിൽക്കും, പക്ഷേ ഒട്ടും പറ്റുന്നില്ല എന്ന് കണ്ടാൽ ഞാനിവിടെ നിന്ന് തിരിച്ചു പോകും എന്ന് പറയണം. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, നീ ഒരു ദിവസം ഇങ്ങോട്ടേക്കൊന്ന് വരുമോ, കുറേ നാളായില്ലേ പോയിട്ട്, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര കൊതിയാവുന്നുണ്ട്, രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ചിന്നമോളുടെ വിശേഷം ചോദിക്കുന്നുണ്ടോ, ചിന്നമോൾക്ക് സുഖമാണോ, ചിന്നമോളെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനും രേവതിക്കുട്ടിയും മാമച്ചാനങ്ങളും ഗ്രേസമാൻ്റെയും കൂടിയിട്ട് ചിന്നമോളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അത്രയ്ക്ക് പ്രശ്നം
പ്രശ്നമൊന്നുമില്ല, അവൾക്ക് അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ രേവതിക്കുട്ടിയും മാംചാനെങ്കിലും ഗ്രേസമ്മേൻ്റെയും ഇടയ്ക്കൊക്കെ ചിന്നമോളെ കാണാൻ പോവാറുണ്ട്. ആ അങ്കിളിനും ആൻറ്റിക്കും ഇപ്പോൾ ചിന്നമോളെന്ന് വെച്ചാൽ ജീവനാണ്, അതുകൊണ്ട് രേവതിക്കുട്ടിയെ കൂട്ടിയിട്ട് അവർ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് എന്ന് കൂടി അലീന പറയണേ. അന്നേരമാണ് സിസ്റ്റർ പറയുന്നത്, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ, നിങ്ങളെ കാണാൻ ഭയങ്കര കൊതിയാവുന്നുണ്ട്, ചിന്നമോളെ എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, രേവതിക്കുട്ടീനെയും കൂട്ടിയിട്ട് നീ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കട്ടെ സിസ്റ്ററെ, എനിക്ക് അങ്ങനെ ലീവൊന്നും കിട്ടാറില്ല, എന്നാലും എനിക്ക് മമ്മിയുടെ കല്ലറയിലൊക്കെ ഒന്ന് വരണമെന്നൊക്കെ ഉണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ ലീവ് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രേസമ്മേൻ്റെയും മാംചാനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാം, അവർ വരാൻ റെഡി ആയിട്ടിരിക്കുക, രേവതിക്കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി, രേവതിക്കുട്ടി എന്ത് പറയുന്നു അത് അവിടെ അനുസരിക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നാൽ നീ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട് സിസ്റ്റർ. ആയാലും ഞാൻ രേവതിക്കുട്ടിയോടും കൂടി ഒന്ന് പറയട്ടെ, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒഴിവുള്ളൊരു ദിവസം നോക്കിയിട്ട് ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും രീതിയിൽ തന്നെയാണെങ്കിലും വരാം എന്ന് പറയാട്ടോ. നീ തനിച്ച് വരേണ്ട, ആരെങ്കിലും കൂട്ടിയിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ നോക്കട്ടെ, രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് വരാം. എന്താ സിസ്റ്റർ, എന്താ ഇത്ര അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യമൊന്നുമില്ല, ഞങ്ങൾ ആ കോൺവെൻറ്റ് നിങ്ങൾ സ്നേഹനികേതനം നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലീനാക്കി. അപ്പോൾ അവിടെ നമ്മൾ ഈ കോൺവെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ നഴ്സറി പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ക്ലീൻ ആക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ബാഗ് കിട്ടി, ബ്രിജിത്താമ്മയുടെ ബാഗാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതിലെന്തൊക്കെയോ ഡീറ്റെയിൽസ് ആണ് ഉള്ളതെന്ന് മനസ്സിലായി. രേവതിക്കുട്ടിയുടെയും അലീനയുടെയും ചിന്നമോളുടെയൊക്കെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് അതിലുണ്ട്. അപ്പോൾ ഇവിടെ വന്ന ഈ ഓർഫനേജിലേക്ക് വന്ന ബ്രിജിത്താമ്മ ഏറ്റെടുത്ത കുറച്ച് ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് അതിലുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അതിപ്പോൾ വേറെ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അലീന മോളായിരുന്നില്ലേ മമ്മിയുടെ പെറ്റ്, മമ്മിയുടെ ഏറ്റവും വിശ്വസ്തയായിരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് നീ ആയിരുന്നില്ലേ മോളെ, അതുകൊണ്ട് നിന്നെ അത് ഏൽപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് വിളിക്കുന്നത്, ഒരു ദിവസം വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് വരാം, ഞാൻ രേവതിക്കുട്ടിയോടും കൂടി ചോദിച്ചിട്ട് ഒരു ദിവസം ഞാൻ അവളെയും കൂട്ടിയിട്ട് തന്നെ വരാം, അപ്പോൾ എല്ലാവരെയും കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ അലീനയ്ക്ക് എങ്ങനെയെങ്കിലും തിരുവനന്തപുരം കഴക്കൂട്ടത്തേക്ക് പോകണം. പക്ഷേ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ എല്ലാവരും അസുഖമായിട്ട് കിടക്കില്ലേ, ബാലചന്ദ്രനാണെങ്കിലും ഇങ്ങനെ അസുഖമൊക്കെ വന്ന് ഏകദേശം മാറി വരുന്ന ഒരു സമയത്താട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ അസുഖമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വൈജയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയ്ക്ക് പെട്ടിട്ട് കടപ്പാട്ടൂരിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കുവാണല്ലോ. അപ്പോൾ വൈജയനെ എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്താണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കഴക്കൂട്ടം വരെ ഒന്ന് പോകണമായിരുന്നു, അവിടുന്ന് സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു, മമ്മിയുടെ ഒരു ബാഗൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരാനായിട്ടാന്ന് പറയുമ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് അത്യാവശ്യമാണോ ആ ബാഗ്, അതെന്തിനാ ഇനി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഡീറ്റെയിൽസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറയാട്ടോ. ആ സമയത്തൊക്കെ ബാലചന്ദ്രൻ അലീനെ തിരിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ തനിച്ച് പോകാനാണോ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ രേവതിക്കുട്ടിയും കൂട്ടിയിട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് പോകുമ്പോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ, അവളെയും കൂട്ടിയിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ മമ്മിയുടെ കല്ലറയിലൊക്കെ ഒന്ന് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി പൊക്കോ, അപ്പോൾ നീ അങ്ങനെയാണെങ്കിൽ നീ എറണാകുളത്തേക്ക് പോകണ്ടേ, അവിടെ നിന്നല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എറണാകുളത്തേക്ക് എനിക്ക് കുഴപ്പമില്ല, ഞാൻ തനിച്ച് പൊക്കോളാം, ഞാൻ പോയിട്ടുള്ളതാണല്ലോ എന്ന് പറയണം. ശരി എന്നാന്ന് വെച്ചാൽ പൊക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വേഗം രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമുക്കൊന്ന് കഴക്കൂട്ടത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. രേവതിക്കുട്ടി പറയുന്നത്, ചേച്ചി എന്നാ വരുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്, നമുക്ക് 2 പേർക്കും കൂടി കഴക്കൂട്ടം വരെ ഒന്ന് പോവാം, അവിടുന്ന് സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു, മമ്മിയുടെ ഒരു ബാഗ് അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതിലെന്തൊക്കെയോ ഡീറ്റെയിൽസും രേഖകളൊക്കെയാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്, അതിപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അപ്പം നമ്മളെ ഏൽപ്പിക്കാനാണെന്നാണ് പറഞ്ഞത് എന്ന് അലീന പറയുമ്പോൾ, എന്നാൽ ചേച്ചി വാ നമുക്ക് പോവാം, നമുക്ക് 2 പേർ കൂടി പോവാം, നമുക്ക് അങ്കിളിനെയും ആൻറ്റിയും കൂട്ടാം എന്ന് പറയാട്ടോ. നീ എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്, നമുക്ക് 2 പേർ കൂടി പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആൻറ്റിയും അങ്കിളും നമ്മളെ തനിച്ച് വിടത്തൊന്നുമില്ല, എന്താണെങ്കിലും നമുക്ക് ഞാൻ അങ്കിളിനോടും ആൻറ്റിനോടും ചോദിക്കട്ടെ, അപ്പോൾ ആൻറ്റി അങ്കിൾ എന്താ പറയണത് അതേപോലെ ചെയ്യാമെന്ന് പറയാണ് രേവതിക്കുട്ടി. എന്നാൽ ശരി, ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം നിന്നെ അറിയിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം രേവതിക്കുട്ടി നേരെ ചെന്നിട്ട് നമ്മുടെ മാമച്ചായനോടും ഗ്രേസമ്മയോടും പറയുന്നുണ്ട്, അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയട്ടോ. ആണോ, ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, എന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ വരുന്നതിൻ്റെ തലേ ദിവസം പറയാമെന്ന് പറഞ്ഞു, പക്ഷേ വരുന്നത് മറ്റൊരു കാര്യത്തിനാണ്. എന്ത് കാര്യത്തിന്? കഴക്കൂട്ടം വരെ പോകാൻ വേണ്ടിയിട്ടാണ്.
കഴക്കൂട്ടത്തിന് പോകാനോ? അവിടെ ആരിയ്ക്കുന്നു? അവിടെ ആരും ഇരുന്നിട്ടല്ല, മമ്മിയുടെ കല്ലറയിലൊന്ന് പോയി പ്രാർത്ഥിക്കണം. ഇപ്പോൾ മമ്മിയുടെ ഓർമ്മ ദിവസമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു ദിവസം പോയി പ്രാർത്ഥിക്കണം. മിക്കവാറും ചേച്ചി വരുന്നത് മമ്മിയുടെ ഓർമ്മ ദിവസത്തിന് പോകാനായിരിക്കും. അപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു, മമ്മിയുടെ ഓർമ്മ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. അതിനെന്താ, നമുക്ക് പോവാം എന്ന് പറയാണ് ഗ്രേസമ്മ. ഞാനത് ചേച്ചിയോട് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി പോവാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എന്തിനാ അങ്കിളിനെ ആൻറ്റിനെയും ബുദ്ധിമുട്ടിക്കണേന്ന് പറഞ്ഞപ്പോൾ, ബുദ്ധിമുട്ടോ? ആർക്ക് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയാണ് മാമച്ചായൻ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഗ്രേസമ്മയെ ചോദിക്കുമ്പോൾ, എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ സമ്മതിക്കട്ടെ. അങ്ങനെ ഒരു ദിവസം അലീന എറണാകുളത്തേക്ക് ചെല്ലുന്നുണ്ട് നമ്മുടെ ഗ്രേസമ്മയുടെ മാമച്ചാൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് എല്ലാവരും കൂടി പോകണം കേട്ടോ. അപ്പോൾ അലീന വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഒരു ഉത്സവം പോലെയാണ് അലീന അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. മാമച്ചാനും ഗ്രേസമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അന്ന് രാത്രി അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഷെറിൻ്റെ വീട്ടിൽ പോയതും കുഞ്ഞിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് രേവതിക്കുട്ടി. അങ്ങനെ അവർ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം പിറ്റേ ദിവസമാണ് അവർ കഴക്കൂട്ടത്തിന് പോണത്. അപ്പോൾ മാമച്ചാനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും അലീനയും കൂടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോഴും ജോസൂട്ടി ഒഴിവാക്കിയേക്കാണ്. ജോസൂട്ടി പറയുന്നുണ്ട്, ഇപ്പോൾ വന്ന് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പട്ടീൻ്റെ ഒരു മാതിരിയായി. ഞാൻ ഇവിടെ ഇങ്ങനെ കാവൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഡ്രൈവറാണെന്നും പറഞ്ഞ് എന്നെ ജോലിക്ക് വെച്ചിട്ട് ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ കാവൽ കിടക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ജോസൂട്ടി ഇങ്ങനെ പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. ഏട്ടാ നിന്നെ കൊണ്ടുപോവാടാ, നീ ഇപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ടാണ് അവർ പോണത്. അങ്ങനെ യാത്രയിൽ ഇവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്, നമുക്ക് തിരിച്ചു വരുമ്പോൾ ചിന്നമോളെ കാണാനും പോവാട്ടോ ചേച്ചി എന്ന് പറയുമ്പോൾ, ചിന്നമോളെ കാണാൻ പോകണ്ടോ എന്ന് ചോദിക്കുകയാണ് മാമച്ചായൻ. ചിന്നമോളെയും കാണാനും പോവാം മാമച്ചായൻ, നമുക്ക് അത് വഴിയല്ലേ എന്തായാലും തിരിച്ചു വരുന്നത്, അപ്പോൾ നമുക്ക് ചിന്നമോളെയും കൂടി കണ്ടിട്ട് വരാം എന്ന് പറയാണ് ഗ്രേസമ്മ. അപ്പോൾ അവർക്കും തന്നെ ചിന്നമോളെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷാട്ടോ. അങ്ങനെ ഇവർ സ്നേഹനികേതനത്തിൽ അവിടെ എത്തുക കേട്ടോ. ആ പള്ളിയുടെ ആ കോൺവെൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ സിസ്റ്റർമാർ വന്നിട്ട് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് സ്വീകരിക്കുന്നുണ്ട്. അലീന ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മക്കളെ നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ ഭയങ്കര വിശേഷങ്ങളും അങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവരുടെ വീട്ടിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അലീന പറഞ്ഞു, രേവതിക്കുട്ടിയെ നിങ്ങൾ സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാമച്ചാനും ഗ്രേസമ്മയും പറയുന്നുണ്ട്, അതിന് മാത്രം ഞങ്ങളൊന്നും ചെയ്തില്ല. അവൾ ഞങ്ങളെ വീട്ടിലേക്ക് വന്നു, ഞങ്ങൾ അവളെ ഒരു മകളെ പോലെ കണ്ടു, അത്രയേ ഉള്ളൂ. എന്നാലും വീട്ടിലെ എല്ലാ ജോലികളും ഒക്കെ ചെയ്യുന്നത് അവൾ തന്നെയാണ്. അവൾക്ക് ഞങ്ങൾ ശമ്പളവും കൊടുക്കുന്നുണ്ട് അവൾ ജോലി ചെയ്യുന്നതിന്. പക്ഷെ അതൊന്നുമല്ല, ശമ്പളത്തിന് പുറമെ നിങ്ങൾ സ്നേഹം കൊടുക്കുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയാണ് സിസ്റ്റർ കേട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ കടമയല്ല, ഞങ്ങളുടെ മോളെപ്പോലെയാണ് കരുതുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ അവളെ നോക്കുന്നത്. ഞങ്ങളെ ശരിക്കും ഒരു അച്ഛനും അമ്മയുമായിട്ടാണ് അവൾ കാണുന്നതും എന്ന് പറയാട്ടോ. അങ്ങനെ അവരെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. പിന്നീട് എല്ലാവരും കൂടിയിട്ട് ബ്രിജിത്ത മമ്മിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്ന് കോൺവെൻറ്റിൽ പോയിട്ട് അവിടെ നിന്നാണ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സിസ്റ്റർമാർ അവിടുത്തെ അന്തേവാസികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിക്കും. പിന്നെ രേവതിക്കുട്ടിയും അലീനയും കൂടിയിട്ട് അവിടെ ഒരു നഴ്സറിയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ മൊത്തം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കുക കേട്ടോ. ശരിക്കും രേവതിക്കുട്ടിക്കും അലീനയ്ക്കും ഭയങ്കര മിസ്സിങ് ആണ്. അവിടുത്തെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എത്തുമ്പോഴും ഭയങ്കര മിസ്സിങ് ആണ്. അവിടെ ഇങ്ങനെ ഓടിച്ചാടി നടന്നതും ഓരോ കാര്യങ്ങളും. അവിടെ എത്തുമ്പോൾ ബ്രിജിത്ത മമ്മിയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രിജിത്ത മമ്മിയുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ബ്രിജിത്ത മമ്മിയുടെ റൂമിൽ പോയിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് സംസാരിച്ചതും ബ്രിജിത്ത മമ്മി അവിടെ മരിക്കുന്ന സമയത്ത് അവിടെ കിടന്നതും അങ്ങനെയുള്ളതൊക്കെ അലീനെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അവിടെ കിടന്ന് മരിച്ചതും ഒക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സങ്കടമാണ് അവർക്ക്. അപ്പോൾ സിസ്റ്റർമാർ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരമല്ല പോട്ടെ, എല്ലാം കഴിഞ്ഞ് പോയില്ലേ, മമ്മി നിങ്ങളെ മുകളിലിരുന്ന് കാണുന്നുണ്ടാവും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഏത് സമയം മമ്മി എൻ്റെ അടുത്ത് വരാറുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട് എന്ന് പറയട്ടെ. രേവതിക്കുട്ടിയും പറയുന്നുണ്ട്, എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ മമ്മിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരു മറുപടി കിട്ടുന്നത് പോലെ, ഒരു സാന്ത്വനം കിട്ടുന്നത് പോലെ എനിക്കും തോന്നാറുണ്ട് എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ
സിസ്റ്റർ വന്നിട്ട് ആ ബാഗ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബാഗ്, ബ്രിജിത്താമ്മയുടെ ബാഗാണ്. ഇതിവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ക്ലീൻ ആക്കുന്ന സമയത്താണ് കിട്ടിയത്. ഇതിലെന്തൊക്കെയോ ഡീറ്റെയിൽസ് ഉണ്ട്, അത് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത് എന്ന് നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് പറയട്ടെ. അങ്ങനെ ആ ബാഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയും അലീനയും കൂടിയിട്ട് അതിലിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് രേഖകളും ഫയൽസും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം അലീന പറഞ്ഞു, നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇവിടെ വെച്ച് നോക്കണ്ട, വീട്ടിൽ പോയിട്ട് നോക്കാം, ഇനി ഇവിടെ മൊത്തം പരത്തിയിടണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അതെടുത്ത് അവർ കാറിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് കേട്ടോ. അവർ എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴി ചിന്നുമോളെ കാണാനായിട്ടും കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിന്നുമോളടുത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചിന്നുമോൾക്ക്. ഇവരിങ്ങനെ എല്ലാവരെയും കൂടി കാണുമ്പോൾ, പ്രത്യേകിച്ചും മാമച്ചാനും ഗ്രേസുമൊക്കെ കേട്ടോ ചിന്നുമോളെ കാണുമ്പോൾ കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. അവർക്ക് എപ്പോഴും ചിന്നുമോളെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത വരികയാണ്. അപ്പോൾ ശരിക്കും ചിന്നുമോളെ ദത്തെടുത്താലോ എന്നുള്ളൊരു ചിന്ത വരെ അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്നുമോളെ കാണാൻ പോകണ്ടല്ലോ, അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കാണാമല്ലോ എന്നുള്ളൊരു ചിന്ത വരികയാണ്. ശരിക്കും ചിന്നുമോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം മകൻ്റെ കുഞ്ഞ് തന്നെയാണ്. അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് എന്നുള്ളതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നതായിരിക്കും. പിന്നെ അപ്പോൾ ചിന്നുമോളെടുത്ത് ചെന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ചിന്നുമോൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിന്നുമോളെയും കളിപ്പിച്ച് കൊഞ്ചിച്ച് അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. അങ്ങനെ തിരിച്ചു പോരുമ്പോഴേക്ക് ഒരുപാട് രാത്രിയായിട്ടോ, ഏകദേശം നല്ല രാത്രിയായിട്ടാണ് അവർ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അങ്ങനെ തിരിച്ചെത്തുമ്പോൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് ആണ് വരുന്നത്. അങ്ങനെ വന്ന് പിന്നെ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസമാണ് ഈ ബാഗ് എടുത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അലീനയും രേവതിക്കുട്ടിയും കൂടിയാണ് ഈ ബാഗ് എടുത്ത് നോക്കുന്നത്. അങ്ങനെ ആ സമയത്ത് അതിലിങ്ങനെ ഓരോ ഡീറ്റെയിൽസ്, അലീനയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അലീനയെ കൊണ്ടുവന്ന ഡേറ്റും കാര്യങ്ങളും, അലീന കുഞ്ഞതായിരിക്കുമ്പോൾ അലീനയെ കൊണ്ടുവന്ന അന്ന് ഇട്ട ഡ്രസ്സ് വരെ അതിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും, ചിന്നുമോളുടെയും കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതലായിട്ടൊന്നും ചിന്നുമോളുടെ പേര് വിവരങ്ങളൊന്നും അങ്ങനെ വെളിപ്പെടുത്തി എഴുതിയിട്ടില്ല. അലീനയുടെയും തന്നെ ആരാണ് കൊണ്ടുവന്നതെന്നോ എന്നൊന്നുമില്ല. അവരെ കൊണ്ടുവന്ന ഡേറ്റാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ ചിന്നുമോളെ കൊണ്ടുവന്ന ഡേറ്റും രേവതിക്കുട്ടിയെ കൊണ്ടുവന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫയല് മാത്രം അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെ ആരും തുറക്കരുത് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് അനുവാദം കൂടാതെ എടുക്കരുത് എന്നുള്ളത് ബ്രിജിത്താമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഇത് എന്തായിരിക്കും മമ്മി ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ചിലപ്പോൾ അതിലെന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും രേഖകളായിരിക്കാം എന്ന് രേവതിക്കുട്ടി പറയുകയാണേ. അപ്പോൾ അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം മമ്മി മരിച്ചു പോലെ നമുക്കിത് തുറന്നു നോക്കിയാലോ, ഇതിലെന്താ ഉള്ളതെന്ന് അറിയണ്ടേ, പക്ഷേ ഇത് തുറക്കരുതെന്നല്ലേ മമ്മി പറഞ്ഞേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സാരമില്ല, നമുക്ക് തുറന്നു നോക്കിയാലോ ചേച്ചി, എന്താണ് അതിലുള്ളതെന്ന് അറിയണ്ടേ, ഇനിയിപ്പോൾ ചിന്നുമോളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിന്നുമോളുടെ അച്ഛനെയും അമ്മയൊക്കെ കണ്ടെത്താൻ പറ്റിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ രേവതിക്കുട്ടി. അന്നേരമാണ് ഗ്രേസമ്മ രേവതിക്കുട്ടീനെ വിളിക്കുന്നത് കേട്ടോ. രേവതിക്കുട്ടി നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഞാൻ ഇപ്പോൾ വരാം ചേച്ചി എന്താണെന്ന് നോക്കുക, അപ്പോഴേക്ക് ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി താഴേക്ക് പോവാണ്. അങ്ങനെ അലീന മമ്മിയുടെ അനുവാദത്തോടു കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ തുറക്കുകയാണെന്നും പറഞ്ഞിട്ട് ബ്രിജിത്താമ്മയോട് പറയുന്നത് പോലെ പറഞ്ഞിട്ട് ആ ഡയറി അല്ല, കുറച്ച് രേഖകളൊക്കെ ഉള്ള ഒരു ഫയലാണ്, അതിങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ രേവതിക്കുട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അലീന ആകെ ഷോക്കായി പോവാണ്. രേവതിക്കുട്ടിയുടെ അമ്മയുടെ അഡ്രസ്സും അതുപോലെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളും അവളെ കിട്ടിയ ഡേറ്റും അമ്മ സൂയിസൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ, ഒരു പത്ര കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ബ്രിജിത്താമ്മി മുൻപേ കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രേവതിക്കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു തെളിവും വേണ്ടാന്ന് ഓർത്തിട്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ബ്രിജിത്താമ്മി മറന്നു പോയതാട്ടോ. ഇതിലിങ്ങനെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയതാണ്. അന്ന് കത്തിച്ച് കളയാനായിട്ട് മറന്നു പോയൊരു സാധനമായിരുന്നു. അതാണ് ഇപ്പോൾ അലീനയുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ അലീന അത് തുറന്ന് നോക്കുന്ന സമയത്ത് അതിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. അലീനയുടെ രേവതിക്കുട്ടിയുടെ അമ്മയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്. അപ്പോൾ അതിൽ അഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ അലീന ആകെ ഷോക്കായി പോവാണ്. അതിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എറണാകുളത്ത് തന്നെയുള്ള ഒരു അഡ്രസ്സാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. രേവതിക്കുട്ടിയുടെ അമ്മയുടെ അഡ്രസ്സായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ എറണാകുളം സൈഡായിട്ടുള്ള ഒരു അഡ്രസ്സ് തന്നെയായിരുന്നു. അപ്പോൾ അലീന ഇങ്ങനെ ചിന്തിക്കേണ്ടത്, ഈ എറണാകുളത്ത് തന്നെയാണോ രേവതിക്കുട്ടിയുടെ അമ്മയുടെ വീട്, അപ്പോൾ രേവതിക്കുട്ടിയുടെ അച്ഛൻ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഡീറ്റെയിൽസ് ഇപ്പോൾ തൽക്കാലം രേവതിക്കുട്ടിയോട് പറയണ്ട എന്ന് ചിന്തിക്കുകയാണ് അലീന. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിലെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട്
രേവതിക്കുട്ടിയോട് പറയാമെന്ന് കരുതിയിട്ട് ആ രേവതിക്കുട്ടിയുടെ ഡീറ്റെയിൽസ് അതിൽ നിന്നെടുത്ത് അലീന തൻ്റെ ബാഗിലേക്ക് മാറ്റി വെക്കുക കേട്ടോ, രേവതിക്കുട്ടി വരുന്നതിന് മുൻപ്. അങ്ങനെ ആ സമയത്താണ് രേവതിക്കുട്ടി അകത്തേക്ക് കയറി വരുന്നത്. രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താണ് അതിൽ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് കൂടുതലുണ്ടായിരുന്നു മോളെ, എൻ്റെ തന്നെ എന്ന് പറയണം. അപ്പോൾ അലീനയുടെ കുറച്ച് ഡീറ്റെയിൽസ് അതിലുണ്ടായിരുന്നു കേട്ടോ. അലീനയുടെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ, അമ്മേൻ്റെ അതായത് മുത്തശ്ശിൻ്റെ ഡീറ്റെയിൽസ് കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ എന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഓ ചേച്ചിയുടെ ആ ഡീറ്റെയിൽസ് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മമ്മി സൂക്ഷിച്ച് വെച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ വീണ്ടും അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. നീ എന്താ മോളെ ഈ നോക്കുന്നത്? അല്ല ചേച്ചി, ഞാൻ എൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോയെന്ന് നോക്കിയതാണ്. എൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മമ്മി ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോയെന്ന് നോക്കിയതാണെന്ന് പറയുമ്പോൾ, അത് മോളെ അന്ന് മമ്മി എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മമ്മി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ അമ്മ അവിടെ കൊണ്ടുവന്ന് ആക്കിയതാണെന്നുള്ളത്. അത് നിനക്കും അറിയാലോ, ഇടയ്ക്കൊക്കെ നിന്നെ കാണാനായിട്ട് ആ അമ്മ വരുമായിരുന്നു എന്നും പറഞ്ഞിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ അത് മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊന്നും എനിക്കറിയില്ല, പിന്നീട് അമ്മ എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അലീന വിഷമത്തോട് കൂടിയിട്ട് പറയണം, പിന്നീട് വരാൻ അമ്മ ഉണ്ടായില്ല മോളെ എന്ന് പറയണം. അയ്യോ ചേച്ചി എന്തേ പറയണേ, എന്ത് പറ്റി, എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ എന്താ എന്നൊന്നും അറിയത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മ സൂയിസൈഡ് ചെയ്തു, ആ ഒരു പത്രവാർത്ത മമ്മിയുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഭയങ്കര ഷോക്കായി പോകുന്നു, ഭയങ്കര സങ്കടം വരെയാണ്, കരച്ചിലാട്ടോ. ചേച്ചി എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് കരയാട്ടോ. മോളെ കരയല്ലേ നീ ഇങ്ങനെ, മമ്മി നീ വിഷമിക്കണ്ടെന്നോർത്ത് പറയാതിരുന്നതാണ് എന്ന് പറയണ. ആ ഒരു പത്രക്കട്ടിങ് ഉണ്ടായിരുന്നു മമ്മിയുടെ കയ്യിൽ, മമ്മി അത് കത്തിച്ച് കളഞ്ഞു, എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന് പറയാണ് അലീന. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ആ ഒരു ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടെത്താനുള്ള എന്തെങ്കിലും വഴി കാണാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇനി അതൊക്കെ കണ്ടെത്തിയിട്ട്, നിനക്ക് അമ്മ നഷ്ടപ്പെട്ടു, ഇനി അച്ഛൻ ഒരു പക്ഷേ നിൻ്റെ അമ്മയെ ചതിച്ച ഒരു വ്യക്തി ആയിരിക്കത്തില്ലേ, അതുകൊണ്ടല്ലേ നിൻ്റെ അമ്മ അങ്ങനെ ചെയ്യേണ്ടി വന്നത്, നിൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടായിരിക്കില്ലേ. അപ്പോൾ ഇനി ആ വ്യക്തിയെ അന്വേഷിച്ച് പോവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും ചേച്ചി എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഇങ്ങനെ കരച്ചിലാണ്. അങ്ങനെ എന്താണെങ്കിലും പിന്നെ പിറ്റേ ദിവസം ആണ് അലീന അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പം ഭയങ്കര സങ്കടമാണ് അലീന പോകുമ്പോൾ. രേവതിക്കുട്ടിക്കും ഗ്രേസമ്മയ്ക്കും മാംസേനൊക്കെ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ ഇനി അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നൂടെയും ചോദിക്കുമ്പോൾ, എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റില്ലല്ലോ ആൻറ്റി, എൻ്റെ കൂടപ്പിറപ്പുകളല്ലേ, അവരുടെ ജീവിതം ഒന്ന് നേരായ രീതിയിലേക്ക് ആക്കിയെടുക്കണം എനിക്ക് എന്ന് പറയണം. അങ്ങനെ മാമച്ചായൻ അലീനയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിടുന്നുണ്ട് കേട്ടോ. പക്ഷേ അലീന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാലാക്കുള്ള ബസ് കയറാതെ അവളുടെ രേവതിക്കുട്ടിയുടെ അമ്മയുടെ ഒരു അഡ്രസ്സ് കിട്ടിയല്ലോ, ആ അഡ്രസ്സിലേക്കാണ് ബസ് കയറി പോണേ കേട്ടോ. അങ്ങനെ ആ വീട് കണ്ടെത്തിയിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ലക്ഷ്മി ആൻറ്റിയുടെ വീടല്ലേ എന്നിങ്ങനെ ലക്ഷ്മി അമ്മയുടെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ലക്ഷ്മി അമ്മയോ അതാരാന്ന് ചോദിക്കുകയാണ്. അല്ല ഇവിടെ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ ആ അഡ്രസ്സ് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് വീട്, എന്തിനാണ് ഇപ്പോൾ അവളെ അന്വേഷിച്ച് വന്നേക്കുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. അല്ല ഞാൻ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു, അതുകൊണ്ട് അന്വേഷിച്ച് വന്നതാണ് എന്ന് പറയണേ, ഞാനിവിടെ അടുത്ത് വന്നപ്പോൾ ഒന്ന് വന്നോന്നേ ഉള്ളൂ എന്ന് പറയണം. എന്തിനാ ഇപ്പോൾ അവളെ അന്വേഷിക്കുന്നത്, അവളൊക്കെ മരിച്ചുപോയി എന്ന് പറയാണ് ആ ചേട്ടൻ. അപ്പോൾ അവരുടെ ആങ്ങളെയാണ് ആ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താ സംഭവിച്ചത് ആൻറ്റിക്ക്, എന്തിനാണ് അങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ കണ്ട മോശം രീതിയിലൊക്കെ നടന്ന് ആരുടെ അടുത്തു നിന്നൊരു കുഞ്ഞിനെ സമ്പാദിച്ച് പെറ്റ് വളർത്തി അതിനെ ഏതോ ഒരു ഓർഫനേജിലും കൊണ്ടുപോയി കളഞ്ഞു, പിന്നെ ജീവിക്കാൻ വേറൊരു മാർഗവും കാണാതായപ്പം അങ്ങനെ ആത്മഹത്യ ചെയ്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയത്ത് വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ട്. ആരിപ്പോൾ അവളെ അന്വേഷിച്ചുകൊണ്ട് വന്നേക്കുന്നത്, എന്തിനാപ്പോൾ അന്വേഷിക്കണത്, വീട്ടുകാർക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കിയും കൊണ്ട് പോയി ആത്മഹത്യ ചെയ്ത് ചത്ത് തൊലഞ്ഞ് ഇനി അവളെ പറ്റി അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്ന് ഇങ്ങനെ പറയണം ആ സ്ത്രീ. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുകയാണ് അവർ ഭയങ്കര സാധനമാണെന്ന് മനസ്സിലാവട്ടെ. അതായത് ആ രേവതിക്കുട്ടിയുടെ അമ്മയോടൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പം
അല്ല അപ്പോൾ ആ കുഞ്ഞിനെ എവിടെ ഉപേക്ഷിച്ചത്, ആ കുഞ്ഞ് എവിടെയാണെന്നുള്ളത് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഏതോ അനാഥാലയത്തിൽ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി ആർക്കും അവിടെ അന്വേഷിക്കാൻ നേരം, നീ കൊച്ചേ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അലീന അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ നേരത്തെ ആ ചേട്ടൻ പുറകെ വന്നിട്ട് മോളേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഇപ്പം ഇങ്ങനെ അന്വേഷിച്ച് വന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത്രയും നാളും ആരും അവളെ അന്വേഷിച്ച് വന്നിട്ടില്ല, നീ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് എന്തോ അവളെ പറ്റി എന്തോ ഒരു കാര്യങ്ങൾ നിനക്ക് അറിയാമെന്ന് തോന്നുന്നു എന്ന് ചോദിക്കാട്ടോ. നീ അവളുടെ മകളെ കണ്ടിട്ടുണ്ടോ, നിനക്കറിയാവോ അവളുടെ മകളെന്ന് ചോദിക്കാട്ടോ. നീ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ്, ഒരു ഓർഫനേജിലാണ് വളർന്നത് എന്ന് പറയാട്ടോ അലീന. ആ ഓർഫനേജിൽ ഏത് ഓർഫനേജിലാന്ന് ചോദിക്കുമ്പോൾ കഴക്കൂട്ടത്തുള്ളൊരു ഓർഫനേജിലാണെന്ന് പറയണം. അവിടെ ഒരു കഴക്കൂട്ടത്തെ ഓർഫനേജിൽ തന്നെയാണ് എൻ്റെ ലക്ഷ്മി അവളുടെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തത്, നിനക്കറിയാവോ അതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുകയാണ് ഇവർക്ക് പെങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അലീന ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പം പറയണം അവൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ആരും അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല, എനിക്കും അവളുടെ കൂടെ നിൽക്കാനൊന്നും പറ്റിയില്ല, പിന്നെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതുമാണ്. അപ്പോൾ അവൾ പിന്നെ വേറൊരു വഴിയും കാണാഞ്ഞ് ആ കുഞ്ഞിനെ അവിടെയും കൊണ്ടുപോയി കൊടുത്തിട്ട് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറയണം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ആരാണ് അവരെ അങ്ങനെ ചതിച്ചത് എന്നറിയുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങ് പാലായിൽ എങ്ങാനുള്ളൊരു വലിയ മുതലാളിമാരാണ്, അവരിവിടെ വന്ന് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ഇവിടെ എസ്റ്റേറ്റൊക്കെ ഉണ്ട്, റബ്ബറിൻ്റെ എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ റബ്ബർ വെട്ടാൻ പോകുമായിരുന്നു. അപ്പോൾ ആ എസ്റ്റേറ്റിൽ ഈ മുതലാളി വരുന്ന സമയത്ത് ലക്ഷ്മി ആയിരുന്നു പാചകം ചെയ്യാനൊക്കെ പോയത്. പിന്നെ ആ സമയത്ത് അവർ തമ്മിൽ അങ്ങനെ എങ്ങനെയോ അടുത്തു. ശരിക്കും അയാൾക്ക് ഭാര്യയും കൊച്ചും ഒക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ അടുത്തു. അയാൾ പക്ഷെ അത് ഒരു കളിയായിട്ടാണ് കണ്ടത്. ഇങ്ങനെ ഗർഭിണിയാവുമെന്നൊന്നും കരുതിയില്ല. അയാൾ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ കൈയൊഴിഞ്ഞു. പിന്നീട് അയാൾ ഇവിടുത്തെ എസ്റ്റേറ്റൊക്കെ വിറ്റ് അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടേ ഇല്ല എന്ന് പറയാണ് അയാൾ കേട്ടോ. ലക്ഷ്മിയുടെ, അതായത് രവതിക്കുട്ടിയുടെ അമ്മാവനാണ്, അമ്മയുടെ ആങ്ങളെയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അയാളുടെ പേരറിയാവോ എന്ന് ചോദിക്കുമ്പോൾ പേരൊന്നും അറിയത്തില്ല, പക്ഷെ വീട്ടുപേര് അറിയാമായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ എന്താ വീട്ടുപേര് എന്ന് ചോദിക്കുമ്പോൾ കൈതക്കൽ മാളിക വീടാണ് എന്ന് പറയണം. കൈതക്കൽ മാളിക വീട് അവിടുത്തെ ആരാന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ആരാണെന്നൊന്നും എനിക്ക് ശരിക്കും പറയാൻ അറിയത്തില്ല. അവിടുത്തെ ഒരു മകൻ പട്ടാളത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്, അതിൻ്റെ രണ്ടാമത്തെ മകനാണ് എന്നിങ്ങനെ പറയാണ് ആ ചേട്ടൻ കേട്ടോ. അപ്പോൾ രവതിക്കുട്ടി അലീന ആകെ ഷോക്കായി പോവാണ്. രണ്ടാമത്തെ മകൻ എന്ന് പറയുമ്പോൾ ശിവദാസനാണ്, ശിവദാസ് മേനോനാണല്ലോ. അപ്പോൾ രവതിക്കുട്ടിയുടെ അച്ഛൻ ശരിക്കും ശിവേട്ടനാണ് എന്നുള്ളത്, ശിവദാസ് മേനോനാണ് എന്നുള്ളത് അലീന തിരിച്ചറിയാണ്. അങ്ങനെ അലീന പിന്നീട് അയാളോട് പറയുന്നുണ്ട് എൻ്റെ കൂടെയാണ്, എൻ്റെ അനിയത്തിക്കുട്ടിയായിട്ടാണ് ഞാൻ വളർത്തിയത്, നിങ്ങളുടെ പെങ്ങളുടെ മകളെ, എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് അലീന പിന്നെ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നീട് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അലീന ഒരു ദിവസം കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട് ശിവദാസിനെ കാണാനായിട്ട്. കണ്ടിട്ട് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ പറയാണ്. അവിടെ എറണാകുളത്ത് നിങ്ങൾക്കൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നല്ലേ, അവിടെ ഇടയ്ക്ക് പോകുമ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ശിവേട്ടൻ ഭയങ്കര ഷോക്കാവുന്നുണ്ട്, അലീന ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അലീന എല്ലാ ഡീറ്റെയിൽസും പറയാണ്. അപ്പോൾ അയാൾക്ക് പേടിയാവുകയാണ്. അപ്പോൾ കമലാണെങ്കിൽ ഇത് മാറി നിന്ന് കാണുന്നുണ്ട്. കമല എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് സീക്രട്ട് പറയാനുള്ളത് അവളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ശിവേട്ടനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അലീന എനിക്കിനിയൊന്നും പറയാനില്ല, ഞാനിതൊന്ന് അറിയിക്കാൻ വന്നതാണ്, നിങ്ങൾ ഇങ്ങനെ ഒരാളായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അലീന അയാളോട് ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ അലീന പോയതിന് ശേഷം ഇയാൾക്ക് ആകെ പരവേശം ശിവദാസിന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഈ ഡീറ്റെയിൽസൊക്കെ അവളുടെ കയ്യിൽ കിട്ടിയല്ലോ, ശരിക്കും ഇതൊരു ബോംബാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ശിവദാസിനാണെങ്കിൽ ഒരു ഇരിക്കപ്പുറത്തില്ല കേട്ടോ. അങ്ങനെ പിന്നീട് അലീനയാണെങ്കിലും മനുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനുവിൻ്റെയോട് പറയുന്നുണ്ട് രേവതിക്കുട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ അത് അവളുടെ അച്ഛനെ ഞാൻ കണ്ടെത്തി മനുവേട്ടാന്ന് പറയട്ടോ. അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ മനുവിനെ അറിയിക്കുന്നുണ്ട് സ്വന്തം അനിയത്തിയാണ് രേവതിക്കുട്ടി എന്നുള്ള കാര്യവും